ശബരിമല വിശേഷത്തിന്റെ കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. വൃശ്ചികം 1 അപ്പൊ ശബരിമല നട തുറന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. ഇന്ന് പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. പക്ഷേ അതേസമയം തന്നെ 10,000 ഇങ്ങനെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 70,000 പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെയാണ് ശബരിമലയിൽ നിന്ന് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. പക്ഷേ നമുക്കിനി കൂടുതൽ വിശദാംശങ്ങൾ അറിയണമല്ലേ പ്രജൻ? MG പ്രതീഷ് ശബരിമലയിൽ നിന്ന് തത്സമയം ചെയ്യുന്നു. പ്രതീഷ്, മറ്റൊരു മണ്ഡലകാലത്തിന് തുടക്കമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വൃശ്ചികമാസ പുലരിയിൽ രാവിലെ 3 മണിക്കാണ് നട തുറന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെയുള്ള തിരക്കെന്താണ്? കാരണം നേരത്തെ അറിയാലോ, നമുക്ക് ഈ മാസത്തെ എല്ലാ സ്ലോട്ടും നേരത്തെ ബുക്ക് ചെയ്തതാണ്. ഏതാണ്ട് 70,000-ഓളം ആളുകളെ, തീർത്ഥാടകരെ ഇന്ന് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പൊ എന്താണ് ഇപ്പൊ അവിടെ തിരക്ക് കൂടുതലുണ്ടോ? വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രജിനാൻ, പ്രവിത. ശബരിമലയിൽ വൃശ്ചികമാസ പുലരിയാണ്. തീർത്ഥാടകരുടെ വലിയ ഒരു നീണ്ട നിര ശബരിമല സന്നിധാനത്ത് ഉണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി തുറന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറന്നു. ശബരിമല നട തുറക്കുന്ന സമയം മുതൽ തന്നെ അയ്യപ്പ ദർശനത്തിനായി തീർത്ഥാടകരുടെ നീണ്ട നിരയായിരുന്നു 18-ാം പടിയിലും നടപ്പന്തലിലും കാണാൻ കഴിഞ്ഞിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഏകദേശം 70,000-ഓളം തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി മാത്രം ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തും. ഇതിന് പുറമെയാണ് 10,000-ലധികം തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്താനുള്ള ഒരു സൗകര്യവും. ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതിയാണ് ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി അരുൺകുമാർ നമ്പൂതിരി ചുമതലയേറ്റത്. രാവിലെ അരുൺകുമാർ നമ്പൂതിരിയാണ് ശബരിമല ശ്രീകോവിൽ തുറന്ന ദീപം തെളിയിച്ചത്. ഇന്നലെ ആയിരുന്നു മുൻ മേൽശാന്തിയായ മഹേഷ് നമ്പൂതിരിയുടെ അവസാന ദിവസം. വൈകുന്നേരം ഹരിവരാസനത്തോടു കൂടി മഹേഷ് നമ്പൂതിരിയും ഒപ്പം മാളികപ്പുറം മേൽശാന്തിയും ശബരിമല മല ഇറങ്ങി മടങ്ങിയിരിക്കുന്നു. ഇനി പുതിയ മേൽശാന്തിമാരുടെ നേതൃത്വത്തിലായിരിക്കും ശബരിമലയിൽ പൂജകളും മറ്റ് ചടങ്ങുകളും നടക്കുന്നത്. ഇന്നലെ ആദ്യ ദിവസമായ ഇന്നലെ പ്രത്യേക പൂജകളൊന്നും തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രത്യേക പൂജകൾ ശബരിമലയിൽ നടക്കും. കൃത്യമായി തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. കാരണം 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി മാത്രം ഇന്ന് ശബരിമലയിൽ എത്തുന്നുണ്ട്. അതിന് പുറമെയാണ് കൂടുതൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയും എത്തുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ കൂടുതലായി എത്തിയാലും കൃത്യമായി അയ്യപ്പ ദർശനം നടത്തി വളരെ പെട്ടെന്ന് തന്നെ ഇവരെ മലയിറക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ ആയിട്ടുണ്ട്. ഇന്ന് മറ്റ് കാനനപാത വഴിയും പരമ്പരാഗത പാത വഴിയും തീർത്ഥാടകർ എത്തിത്തുടങ്ങും. ആ ഇടങ്ങളിലും കൃത്യമായ പോലീസ് വിന്യാസം ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം മന്ത്രി ശബരിമല സന്നിധാനത്ത് ക്യാമ്പ് ചെയ്താണ് നിലവിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന ഒരുക്കങ്ങൾ നടത്തുന്നത്. ഈ മാസം 30-ാം തീയതി മാത്രമാണ് ശബരിമലയിൽ ഈ സ്ലോട്ടുകൾ കുറച്ചെങ്കിലും ഒഴിവുള്ളത്. ഈ മാസം ബാക്കി എല്ലാ ദിവസങ്ങളിലും വെർച്വൽ ക്യൂ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ശബരിമല വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ക്ഷേത്ര ദർശനം ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ അയ്യപ്പ ദർശനത്തിനായി മാലയിട്ട് ശബരിമലയിൽ എത്തുന്ന ഒരു തീർത്ഥാടകർക്കും അയ്യപ്പനെ കാണാതെ മടങ്ങേണ്ടി വരില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു വൃശ്ചികമാസ പുലരിയിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തീർത്ഥാടന വലിയ പ്രവാഹം തന്നെയാണ്. ഈ നടപ്പന്തലിലടക്കം ഇതിനോടകം തന്നെ വലിയ ഒരു ക്യൂ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെയാണ്. 18-ാം പടി കയറി എത്തിയ തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ശ്രീകോവിലിൽ തന്നെ വലിയ തിരക്ക് ഈ സമയത്ത് പോലും സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നാണ് MG പ്രതീഷ് അവിടെ നൽകിയ തത്സമയ വിവരങ്ങൾ. 1-ാം ദിവസമാണ് മണ്ഡലകാലത്തിന്റെ. അപ്പോൾ രാവിലെ തൊട്ട് ആ നിരനിരയായുള്ള ഒഴുക്ക്, തീർത്ഥാടകരുടെ ഒഴുക്ക് സന്നിധാനത്തേക്കുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ.